ഈ മാസം 15-ന് എന്ന് വെച്ചാൽ സെപ്റ്റംബർ 15-ന് നിയമസഭാ സമ്മേളനം ചേരും. എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് എവിടെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സീറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഇതുവരെയും കോൺഗ്രസ് ഉത്തരം പറഞ്ഞിട്ടില്ല. കാരണം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വി.ഡി. സതീശൻ പറയുന്നുണ്ട്. അദ്ദേഹം ഇന്നും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് കേൾക്കാം. അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല. സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ്, പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ ബ്ലോക്കിനോടൊപ്പമായിരിക്കില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് ബ്ലോക്കിനോടൊപ്പമായിരിക്കില്ല സീറ്റ്. നേരത്തെയുള്ള സീറ്റ് മാറും. അത് എങ്ങോട്ടാണ് മാറുക? പ്രത്യേക ബ്ലോക്കാകുമോ? അതല്ല പ്രതിപക്ഷ നിരയിൽ തന്നെ പിറകിലെവിടെയെങ്കിലും ആയിരിക്കുമോ സീറ്റ് അനുവദിക്കുക എന്നതൊക്കെ തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ കോൺഗ്രസ് കത്ത് നൽകണം, പാർലമെന്ററി പാർട്ടി കത്ത് നൽകണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് നിയമസഭാ സ്പീക്കർക്ക് എഴുതി നൽകണം. ഇതുവരെ എഴുതി നൽകിയിട്ടില്ല. എന്ന് വെച്ചാൽ സെപ്റ്റംബർ 12-ന് ഉച്ചയ്ക്ക് 4 മണിക്ക് ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ അത്തരമൊരു കത്ത് സ്പീക്കറുടെ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നാണ് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിന്. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് തർക്കമുണ്ട്. രണ്ട് കാര്യത്തിലാണ് തർക്കം. ഒന്ന്, നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. എങ്കിലും സ്പീക്കർക്ക് രേഖാമൂലം കത്ത് നൽകിയാലേ അത് പ്രാവർത്തികമാകുകയുള്ളൂ, അത് ശരിയാണ് എന്ന് വരികയുള്ളൂ. അങ്ങനെ വരുമ്പോൾ കൃത്യമായ ഒരു തീരുമാനം KPCC എടുക്കണം, കോൺഗ്രസ് പാർട്ടി എടുക്കണം. അത് സ്പീക്കറെ അറിയിക്കണം. അത് ഇതുവരെ അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ രണ്ട് വിഷയത്തിലും തർക്കം നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിനേക്കാളും കടുത്ത നടപടിയാണ് എടുക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്റെ പ്രസ്താവനയും നിലപാടും കടുപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴത്തെ നടപടി ചുരുങ്ങിപ്പോയി എന്നാണ് ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. കൂടുതൽ കടുത്ത നടപടി വേണമെന്നായിരുന്നു എന്നാണ്. അതും കൂടി കേൾക്കാം. അല്ലെന്ന് എന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനം. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്, എല്ലാവരും കൂടി. പിന്നെ എന്തുകൊണ്ടാണ് കടുത്ത നടപടി എടുക്കേണ്ടത്? ഇതിൽ പരം കടുത്ത നടപടി എന്താണ്? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. അതിലേക്ക് എന്തുകൊണ്ടാണ് KPCC പോകാതിരുന്നത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതിന് വ്യക്തമായ മറുപടി കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും കോൺഗ്രസിൽ രണ്ട് ചേരി രൂപം കൊണ്ടിരുന്നു. ഒരു ചേരി രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം കടുത്ത നടപടി വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഭരണപക്ഷത്തും ഇതേ ആരോപണം ഉയർന്ന MLA-മാരുണ്ട്. അവർ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര കർശന നടപടി സ്വീകരിക്കുന്നത് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അതിൽ KPCC പ്രസിഡന്റുണ്ട്, UDF കൺവീനർ അടൂർ പ്രകാശുണ്ട്, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവജന നേതാക്കളുമുണ്ട് എന്നോർക്കണം. എന്ന് വെച്ചാൽ വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നവരാണ്. മറുഭാഗത്ത് നിൽക്കുന്നത് വി.ഡി. സതീശൻ മാത്രമാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശനെതിരെ വലിയ കടന്നാക്രമണം നടക്കുകയും വി.ഡി. സതീശനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. കോൺഗ്രസിനകത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വി.ഡി. സതീശൻ മാറിയതും അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തെ ചൊല്ലി വൻ തർക്കം നടക്കുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തുന്നു. ആ സമയത്താണ് നിയമസഭാ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നത് വളരെ നിർണായകമായ കാര്യമാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം എന്തുകൊണ്ട് സ്പീക്കറെ അറിയിക്കുന്നില്ല? നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നൽകുമോ? അത് സംബന്ധിച്ചും ഒരു തീരുമാനവും ഇതുവരെയും കോൺഗ്രസ് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഇപ്പോഴും തർക്കം തുടരുന്നു എന്നർത്ഥം.